വാദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതൊക്കെ കോടതി തള്ളിക്കളയുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നിനിപ്പോൾ ജാമ്യാപേക്ഷ മൂവ് ചെയ്യാൻ കഴിയുമോ എന്നതുകൂടി, മേൽക്കോടതിയിൽ മൂവ് ചെയ്യാൻ കഴിയുമോ എന്നതുകൂടി സംശയമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും ബോബി ചെമ്മണ്ണൂരിനെ എന്നതാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഡാനി പോൾ കൂടി ചേരുകയാണ്. ഡാനി, ഇവിടെ ജാമ്യാപേക്ഷ നിരസിക്കുകയാണെങ്കിൽ, തള്ളുകയാണെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കവും നടത്തി വന്നിരുന്നു ബോബി ചെമ്മണ്ണൂർ. പക്ഷേ ഇപ്പോൾ ഏറെ നേരത്തെ വാദപ്രതിവാദത്തിന് ശേഷം പിന്നീട് വിധി പറയാൻ മാറ്റി. ഇപ്പോൾ മാത്രമാണ് കോടതിയുടെ തീർപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിനി ജാമ്യാപേക്ഷ മൂവ് ചെയ്യുക സാധ്യമാണോ? ഇന്ന് എന്തായാലും ജയിലിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ബോബി ചെമ്മണ്ണൂരിന് ഒരുങ്ങുകയാണ്. അങ്ങനെ തന്നെയാണ്. ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചാൽ പോലും അത് ഫയൽ സ്വീകരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീഡിങ്സിലേക്ക് പോകാൻ മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള സമയമോ കാര്യങ്ങളോ സാവകാശമോ ഒന്നും തന്നെയില്ല. പക്ഷേ ജയിലിലേക്ക് പോകുക എന്നതാണ്. പക്ഷേ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ദേഹാസ്വസ്ഥ്യം പ്രകടിപ്പിച്ച് വീണിരിക്കുന്നു എന്നതാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇനിയിപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകേണ്ടി വരും. ചികിത്സയിലേക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുള്ളത്. അവിടെ എത്തി ഡോക്ടർമാർ അത് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും ജയിലിലേക്ക് കൊണ്ടുപോകുമോ എന്ന കാര്യങ്ങളിലടക്കം തീരുമാനം ഉണ്ടാകേണ്ടത് എന്നതാണ് ആലോചിക്കുക. കാരണം ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങൾ അന്ന് ആ സമയത്ത് അത് പറഞ്ഞു പോകുമ്പോൾ അതിന് വലിയ കാര്യങ്ങൾ കൊടുത്തിരുന്നില്ല. തുടക്കത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ഒന്ന്, തനിക്ക് നട്ടെല്ലിന് പരിക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു. വീണതിനെ തുടർന്ന് കാലിന് പരിക്കുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ സംഭവിച്ച ഒരു വീഴ്ചയിൽ സംഭവിച്ചതാണ് എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. ഒപ്പം താനൊരു അൾസർ രോഗിയാണ് എന്ന് പറഞ്ഞിരുന്നു. അത് തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതിന് അപ്പോൾ അത്ര പ്രസക്തമായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത് കൂടുതൽ ഗൗരവമുള്ളതാവുകയാണ്. പ്രത്യേകിച്ച് തലകറങ്ങി ദേഹാസ്വസ്ഥ്യം പ്രകടിപ്പിച്ച് വീണിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അത്രയും ഇനിയിപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് വരുമ്പോൾ, പരിശോധനയിലേക്ക് വരുമ്പോൾ ആ കാര്യങ്ങൾ കൂടി, തനിക്ക് ശാരീരിക അവശതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അവിടെ ബോധിപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതനുസരിച്ചായിരിക്കും അവിടെ നിന്ന് വിടുതൽ നൽകുമോ മറ്റ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണോ എന്ന കാര്യങ്ങളടക്കം തീരുമാനിച്ചതിനെ ആശ്രയിച്ചിരിക്കും ജയിലിലേക്ക് ഇന്ന് പോകേണ്ടി വരുമോ എന്നതിനെ കൂടി. അതാണ് നിലവിൽ ഇപ്പോൾ മുന്നിലുള്ളത്. സാധാരണഗതിയിൽ ഇപ്പോൾ ഇവിടുന്ന് എറണാകുളം സബ് ജയിലിലേക്കോ ഇവിടെ തൊട്ടടുത്തുള്ള ഹൈക്കോടതി സമീപമുള്ള സബ് ജയിലിലേക്കോ കാക്കനാടുള്ള ജില്ലാ ജയിലിലേക്കോ ആണ് റിമാൻഡ് ചെയ്യപ്പെടുമ്പോൾ പ്രതികളെ അവിടേക്കാണ് അയക്കേണ്ടത്. പക്ഷേ ഈ ഒരു രോഗാവസ്ഥ പ്രകടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം അവരുടെ റിപ്പോർട്ടിനെ അവലംബിച്ചായിരിക്കും ഇങ്ങോട്ടാണ് മാറ്റേണ്ടത് എന്നത് സംബന്ധിച്ച് കൂടുതൽ ചികിത്സ വേണമോ അവിടെ തുടരണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കോടതി ജാമ്യം അനുവദിച്ചില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രസക്തം. റിമാൻഡ് ചെയ്തിരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിനെ. തീർച്ചയായും ഏറ്റവും പ്രസക്തമായ